പോലീസുകാർക്ക് പിന്നാലെ മേലുദ്യോഗസ്ഥരുടെ പീഡനത്തിനെതിരെ പരാതിയുമായി രംഗത്തു വരുന്നത് നിയമസഭയുടെ സുരക്ഷാ സേനയായ വാച്ച് ആൻഡ് വാർഡുമാണ്. മാനസിക സമ്മർദ്ദത്താൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നതിൽ സഹതപിച്ച നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡ് നേരിടുന്നതും കൊടിയ മാനസിക പീഡനമെന്നതാണ് ഇതിന്റെ ചിത്രം. ഉന്നത ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനത്തിനെതിരെയാണ് വാച്ച് ആൻഡ് വാർഡിന്റെ കൂട്ടപ്പരാതി. നിയമസഭ ചീഫ് മാർഷലിന്റെ ചുമതലയിലുള്ള മൊയ്തീൻ ഹുസൈനെതിരെയാണ് സർജന്റ് അസിസ്റ്റന്റുമാർ പരാതി നൽകിയത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വിസമ്മതിച്ച പോലീസുകാരനെ ക്യാമ്പിലേക്ക് മടക്കി അയച്ചു. അടുത്ത ബന്ധുക്കളുടെ ചികിത്സയ്ക്ക് പോലും അവധി അനുവദിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സ്പീക്കർ, മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്കാണ് സർജന്റ് അസിസ്റ്റന്റുമാർ പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് തന്നെ നമുക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് നിയമസഭയിലെ സുരക്ഷാ ചുമതലയുള്ള വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. തങ്ങളുടെ മാതൃസേനയായ പോലീസ് സേനാംഗങ്ങൾ നേരിടുന്നതിന് സമാനമായ വെല്ലുവിളി തങ്ങൾക്ക് നിയമസഭയിലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വരുമെന്നാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതാണ് വാച്ച് ആൻഡ് വാർഡ്സ് അസിസ്റ്റന്റ് സർജന്മാർ നൽകിയ പരാതിയിൽ. ആ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്, തങ്ങൾക്ക് കുടുംബത്തിൻ്റെ അടിയന്തര ആവശ്യമുണ്ട്, കുട്ടിയുടെ ചികിത്സാ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ഇതിനൊന്നും വേണ്ടത്ര പരിഹാരമുണ്ടാവുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഈ പരാതിയിലൂടെ അവർ ഉന്നയിക്കുന്നത്. പോലീസിന് സമാനമായി ഈ പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ സ്പീക്കർ, മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി ആരിൽ എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് പ്രസക്തമായ കാര്യം. പലപ്പോഴും നിയമസഭയിൽ അംഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും അല്ലെങ്കിൽ അവിടെ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റും സഭാതലത്തിലൊക്കെ ഇടപെടുന്നതൊക്കെ വാച്ച് ആൻഡ് വാർഡ്സാണ്. ഈ വാച്ച് ആൻഡ് വാർഡ്സാണ് ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നത് എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ആക്ഷേപം. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് ഈ പരാതിയിൽ അവർ ഉന്നയിക്കുന്നത്. നിരവധി കാര്യങ്ങളുണ്ട്. കാരണം തങ്ങൾ നേരിടുന്ന മാനസിക പീഡനം, മേലുദ്യോഗസ്ഥന്റെ കുടുംബ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന നിർദ്ദേശം, അത് ലംഘിച്ചാൽ ആ തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാവുന്നു. ഒപ്പം കുടുംബത്തിന്റെ ചികിത്സയ്ക്ക് പോലും അവധി കിട്ടുന്നില്ല. അങ്ങനെയുള്ള വലിയ ആക്ഷേപമാണ്. എന്നാണ് ഇവർ ഈ പരാതി നൽകിയത്? ഒപ്പം തന്നെ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സേനയിലെ ഒരു സുഖവാസ ഡെപ്യൂട്ടേഷനാണ് നിയമസഭാ ഡ്യൂട്ടി. സാധാരണഗതിയിൽ വലിയ ക്രമസമാധാന പാലനമായാലും ക്യാമ്പ് ഡ്യൂട്ടി ആയാലും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ജോലി തിരക്കാണ്. വളരെ അപകടകരമായ സാഹചര്യം ജോലി ചെയ്യേണ്ടവർ അതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് ഡ്യൂട്ടി വാങ്ങിയെത്തുന്ന പോലീസുകാർ പൊതുവിൽ എല്ലാവർക്കും വരാൻ താല്പര്യമുള്ള ഒരു ജോലിയാണ്, ഡെപ്യൂട്ടേഷനാണ് നിയമസഭ. അത് വലിയ രാഷ്ട്രീയ ശുപാർശയൊക്കെ വേണ്ടിവരും പലപ്പോഴും നിയമസഭയിൽ ഈ വാച്ച് ആൻഡ് വാർഡിന്റെ ഡ്യൂട്ടിക്ക് എത്താൻ. പക്ഷേ അങ്ങനെ എത്തുന്ന പോലീസുകാർക്ക് പോലും ഇവിടെ മാനസിക പീഡനമാണ് എന്നതാണ് ഈ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ മാനസിക പീഡനം നേരിടേണ്ടി വരുന്നു എന്ന പരാതിയാണ്, കൂട്ടപ്പരാതിയാണ് നിയമസഭയിലെ ഈ വാച്ച് ആൻഡ് വാർഡ് സർജന്റ് അസിസ്റ്റന്റുമാർ നൽകിയ പരാതിയിലൂടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിക്ക്, നിയമസഭാ സ്പീക്കർക്ക്, നിയമസഭാ സെക്രട്ടറിക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്കൊക്കെ അവർ പരാതി നൽകി. പലതരം പരാതികളാണ് ഈ കഴിഞ്ഞ മാസം, അതായത് ജൂൺ ആദ്യ ആഴ്ചയാണ് ഈ ഒരു പരാതി ഈ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ സർജന്റ് അസിസ്റ്റന്റുമാർ മുഖ്യമന്ത്രിക്കും മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കും നൽകിയത്. മാർഷൽ ഇൻചാർജ്, ചീഫ് മാർഷലാണ് സഭയിൽ ഈ വാച്ച് ആൻഡ് വാർഡിന്റെ മേധാവി. അദ്ദേഹത്തിന് ചുമതല വഹിക്കുന്ന മൊയ്തീൻ ഹുസൈൻ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ലീവ് നിരസിക്കാൻ ഒരു സാഹചര്യമില്ലാത്തതിലും, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി അവർ ആദ്യം പറയുന്നത്, ഏറ്റവും പ്രായമുള്ള, അതായത് ഈ വാച്ച് ആൻഡ് വാർഡ് സേനയിലെ പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ CCTV ഡ്യൂട്ടിയിൽ, സഭയ്ക്ക് ഉള്ളിൽ CCTV ഡ്യൂട്ടിയാണ് നേരത്തെ നിയോഗിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ലീവ് ചോദിച്ചപ്പോൾ ഈ മൊയ്തീൻ ഹുസൈൻ ലീവ് ഒരു കാരണവും കൂടാതെ നിരസിച്ചു. അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ടാണ് ലീവ് അപേക്ഷ, പക്ഷേ ആ ലീവ് നിരസിച്ചു. അത് പിന്നീട് അദ്ദേഹം മറ്റു വഴികളിലൂടെ ലീവ് നേടാൻ ശ്രമിച്ചു. അതിന്റെ പ്രതികാരമായി അദ്ദേഹത്തെ ഗേറ്റ് ഡ്യൂട്ടിയിലേക്ക്, നിയമസഭാ ഗേറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിനോട് തന്നെ മറ്റൊരു പ്രതികാര നടപടി കൂടി ഇദ്ദേഹം ചെയ്തതായി പരാതിയിലുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ മകളുടെ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ലീവ് നിരസിച്ചു. അന്നു മുതൽ വളരെ വ്യക്തിപരമായ രീതിയിലാണ് ഓരോ ഇടപെടലുമെന്ന് പരാതിയിൽ പറയുന്നു. എണ്ണി പരാതികൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു കത്ത് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. നിയമസഭയിൽ ഒരു പോലീസുകാരന്റെ വാച്ച് ആൻഡ്
ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന്റെ അച്ഛനെ പട്ടി കടിച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും ഇതുപോലെ ഈ ചീഫ് മാർഷൽ ലീവ് അനുവദിക്കാതെ ചീഫ് മാർഷൽ അന്ന് അദ്ദേഹത്തെ ചീഫ് മാർഷൽ ചുമതലയുണ്ടായിരുന്നു. ഇദ്ദേഹം മൊയ്തീൻ ലീവ് അനുവദിക്കാതെ തുടർന്ന് ചീഫ് മാർഷലിനെ കണ്ടു. അദ്ദേഹം ലീവ് അനുവദിച്ചു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനെ 8 ദിവസം തുടർച്ചയായി ഡേ ഡ്യൂട്ടിയിലിട്ടാണ് ഇദ്ദേഹം മൊയ്തീൻ ഹുസൈൻ പകരം വീട്ടിയതെന്നും പരാതിയിൽ പറയുന്നു. ഒരു പോലീസുകാരന്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു. ലീവ് ചോദിച്ചു. ഇനി മേലാൽ ഭാര്യയുടെ കാര്യം പറഞ്ഞ് എന്റെ ഓഫീസിൽ കയറരുത് എന്ന താക്കീതാണ് ഈ ഉദ്യോഗസ്ഥൻ നൽകിയത്. ഓഫീസിൽ കാലുപിടിച്ചു വരെ ലീവ് ചോദിച്ചു, എന്നിട്ടും അനുവദിച്ചില്ല. പിന്നീട് അദ്ദേഹം പാർട്ടി ഇടപെടൽ, ഞാൻ പറയാം നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി നേതാക്കളുടെ ശുപാർശയുമായൊക്കെ ഇവിടെ ജോലി കയറാൻ ലീവിന് വേണ്ടി പോലും CPI നേതാവിന്റെ റെക്കമെൻഡേഷനുമായി ഈ ഉന്നത ഉദ്യോഗസ്ഥൻ സമീപിച്ചു. അപ്പോൾ ലീവ് അനുവദിച്ചു. പകരം അദ്ദേഹം ലീവ് കൊടുത്ത ശേഷം CPI പാർട്ടിയുടെ സമ്മർദ്ദത്തിലാണ് നിനക്ക് ലീവ് നൽകിയത് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇനി ഭാര്യയെ കൊണ്ടുപോകേണ്ടത്, ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ഭാര്യ വീട്ടുകാർ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവഹേളിച്ചു എന്ന് ഈ പരാതിയിൽ പറയുന്നു. പിന്നീട് ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യ പ്രസവം അബോർട്ട് ചെയ്യേണ്ട ഈ സാഹചര്യമൊക്കെ ഉണ്ടായതും വളരെ സങ്കടത്തോടുകൂടി ഉദ്യോഗസ്ഥർ ഈ പരാതിയിൽ വിവരിക്കുന്നു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ അച്ഛൻ ക്യാൻസർ ബാധിതനായ ചികിത്സയിലാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ലീവ് ചോദിച്ചു. വളരെ മോശമായ രീതിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോടും ഇദ്ദേഹം സംസാരിച്ചു എന്നൊരു പരാതിയുണ്ട്. മറ്റൊരു പോലീസുകാരന്റെ പിതാവ് സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീണ്ടും ലീവ് ചോദിച്ചു. പക്ഷേ ലീവ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ലീവിൽ പോയുള്ള 15 ഉദ്യോഗസ്ഥർ തിരിച്ചു വന്നാൽ മാത്രമേ ലീവ് നൽകാനാകൂ എന്ന് പറഞ്ഞ് ആ അവധിയും നിരസിച്ചു. ഒരു പോലീസുകാരന്റെ 6 മാസം പ്രായമായ കുഞ്ഞിന് ചൂടുവെള്ളം വീണ് കാലുപൊള്ളിയപ്പോൾ ഇദ്ദേഹത്തിന് മറുപടി ചൂടുവെള്ളം വീണാൽ കാലുപൊള്ളും അറിയില്ലേ എന്നായിരുന്നു. ഒരു ആശ്വാസവാക്ക് പറയുന്നതിന് പകരം കുട്ടിയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ പുച്ഛം കലർന്ന സമീപനം ഉദ്യോഗസ്ഥയെ തുടങ്ങി എണ്ണിയാണ് ഉദ്യോഗസ്ഥരെ പരാതി പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ നിയമസഭയിൽ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ പ്രവണത, വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾ, അവരുടെ മാനസിക സംഘർഷം എന്ന വിഷയത്തിൽ പ്രതിപക്ഷം സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം കൊണ്ടുവരികയും മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അമിത ജോലിഭാരമുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഇവിടെ ഈ നിയമസഭയിലെ MLA-മാരുടെ സുരക്ഷയ്ക്കായി അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കായി കാവലുള്ള ഈ ഉദ്യോഗസ്ഥർ ഈ ഒരു പരാതി നൽകിയിട്ട് ആഴ്ചകളായിരുന്നു. അത് ആരും പരിഗണിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് മുൻപിൽ പരാതിയുണ്ട്, സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതിയുണ്ട്, നിയമസഭാ സെക്രട്ടറിക്കും നിയമസഭാ സ്പീക്കർക്കും മുമ്പാകെ പരാതിയുണ്ട്. നമുക്കറിയാം, ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് കാക്കി വേഷമല്ല, വെള്ളയുമാണ് അവരുടെ വസ്ത്രം. അതായത് നിയമസഭ പ്രത്യേക പ്രിവിലേജുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യമായ ജോലികളൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഈ കടുത്ത ജോലികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പലവരും ആരോഗ്യ പ്രശ്നങ്ങൾ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അല്ലാതെ തന്നെ മറ്റു പഠന ആവശ്യങ്ങൾ തുടർന്നതിനൊപ്പം ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ കൂടിയാണ് ഈ ഒരു പീഡനം. പുറത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും ക്യാമ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, നിയമസഭ പോലെ ഏറ്റവും അധികം ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് പോലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ തൊഴിൽ പീഡനമുണ്ട്, മാനസിക പീഡനമുണ്ട്. ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾ നേരിടേണ്ടി വരുന്നു. എത്ര പരാതി പറഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികാരികൾ സ്വീകരിക്കുന്ന പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. സഹിത